ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അജ്നാസ്. സ്ഥലം വയനാടാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ലാഡൻസിറ്റ ബ്രാഞ്ചിലാണ് ഉള്ളത്. ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിപ്പോൾ 2 വർഷമായി. ഇപ്പോൾ സർജറി റിസൾട്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പം റെഗുലർ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നിവിടെ വന്നതാണ്. കാരണം കാലിക്കറ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തതുകൊണ്ട് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും വളരെ അടുത്തുള്ളൊരു ബ്രാഞ്ചായിരുന്നു. കേരളത്തിൽ നിന്ന് നമ്പർ 1 ആയിട്ടുണ്ട് ലാഡൻസിറ്റൻ്റെ പൊസിഷൻ. കാരണം നല്ല റിസൾട്ടും ക്വാളിറ്റിയുള്ള ഡോക്ടർമാർ, സ്റ്റാഫും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരുന്നു. അപ്പോൾ പല പല ലൊക്കേഷനിൽ മാറി മാറി താമസിക്കുകയും അതുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലത്തുള്ള വെള്ളം നല്ല ബുദ്ധിമുട്ടായിരുന്നു. മുടി കൊഴിയുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പം വർക്കിൻ്റെ ഇടയിൽ പല ആൾക്കാരെയും കാണുമ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കാരണം വെള്ളത്തിൻ്റെയും ഫുഡും എല്ലാം കൊണ്ട് മൊത്തത്തിലുള്ള പ്രശ്നം. അങ്ങനെ നല്ലൊരു ക്ലിനിക്ക് സർജറി ചെയ്യാൻ നല്ല റിസൾട്ട് കൊടുക്കുന്നതും ബെസ്റ്റ് ഒരു ക്ലിനിക്ക് അന്വേഷിച്ച് നടന്നിട്ടാണ് ലാസ്റ്റ് ലാഡൻസിറ്റയിലേക്ക് എത്തിപ്പെട്ടത്. മുടി ഏകദേശം ഫ്രണ്ട് മൊത്തം പോകാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് പോകാനും തുടങ്ങി. ഫോട്ടോയിലൊക്കെ നിൽക്കുകയാണെങ്കിലും മുടി എന്താ പറയുക ഫ്രണ്ട് സൈഡ് മൊത്തം കഷണ്ടായി. അങ്ങനെ എന്തായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല ക്ലിനിക്കിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നോക്കി, കുറേ ക്ലിനിക്കൊക്കെ നോക്കി, പക്ഷേ റിസൾട്ട് അത്ര പോരായിരുന്നു. പിന്നെ ഒരു 5 റിസൾട്ട് ഉണ്ടെങ്കിലും കുറേ നെഗറ്റീവാണ്. പിന്നെ അതിന് യൂട്യൂബ് നോക്കി, അതിനാണ് സത്യനാരായണൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം എന്നുള്ള ചാനൽ കണ്ടെത്തിയതും റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ലാഡൻസിറ്റ് എനിക്ക് ഓക്കെ തോന്നി. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാരും സമ്മതിച്ചില്ലായിരുന്നു. അതിന് മെയിൻ റീസൺ എന്താണെന്ന് പറയുന്നത്, അവരിതേപോലെ മുന്നേ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പല പ്രശ്നങ്ങൾ വന്നതും ചില വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. ചില ആൾക്കാരെ തല മൊത്തം ഇതാകുന്നതും മുഖം വീങ്ങിയിട്ടും അങ്ങനെ വീട്ടുകാർ ഭയപ്പെട്ടു. ഞാൻ അവരെ കൺവിൻസ് ചെയ്ത ലാഡൻസിറ്റയിൽ ഇതുവരെ അവരത്രയും ചെയ്തിട്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാം കൊണ്ട് ക്വാളിറ്റിയുള്ള ഡോക്ടർമാരുണ്ട്, നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്, സ്റ്റാഫും. ഞാൻ വേറൊരു ക്ലിനിക്കിൽ പോയി നോക്കി. അപ്പം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഡൻസിറ്റുള്ളതിനെക്കാട്ടി കൂടുതൽ ടൈം പറഞ്ഞെടുത്ത് ചെയ്യണമെങ്കിൽ 2 ദിവസം വേണം. ഇവിടെ ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ ഗ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ലാഡൻസിറ്റയിൽ പോയി, കാരണം എനിക്ക് ലീവും കുറവായിരുന്നു അന്ന് തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രാവിലെ വന്നാൽ ഉച്ചയല്ലേ ഈവനിങ് ആകുമ്പോഴത്തേക്ക് സർജറി ചെയ്യാൻ ചെറിയ പ്രൊസീജിയറുള്ളൂ. അപ്പോൾ അവരെ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നു. അപ്പം തന്നെ ഞാൻ സർജറിക്ക് അവിടെ തന്നെ ആ ക്ലിനിക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ 2 വർഷമായി. പക്ഷെ ഇതുവരെ വേറെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇവിടുന്ന് വന്നിട്ടില്ല. എല്ലാം കൊണ്ടും ഓക്കെയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ചെയ്യാതിരിക്കാം. കാരണം എൻ്റെ 2 ഫ്രണ്ട്സ് ഇതേപോലെ ഒരു ഗ്രാഫ്റ്റിന് 10 രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരുള്ള ഒരു ക്ലിനിക്കിൽ പോയി. അതിൽ ഒരാൾ ഞാൻ ചെയ്യുന്ന അതേ സമയം തന്നെ കോയമ്പത്തൂർ പോയത്. അവർക്ക് അറിയില്ല, അന്നെങ്കിൽ ക്യാഷ് കുറവായിരുന്നു അവൻ്റെ കയ്യിൽ. ഞാൻ ചെയ്തടുത്ത് കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ അങ്ങനെ അവൻ പോയി അവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഹെയർ ലൈനൊക്കെ മൊത്തം കൊളാക്കി കൊടുത്തു. കാരണം എന്നെക്കാട്ടി ചെയ്യേണ്ടത് അവർക്ക് കുറവ്. എനിക്ക് ഇവിടുത്തെ ലാഡൻസിറ്റിയിൽ നിന്ന് 2400 ഗ്രാഫ്റ്റ് എടുത്തിട്ടുള്ളൂ. അവർക്ക് 4000 ഗ്രാഫ്റ്റ് അവർ കൊടുത്തു. ഓൾമോസ്റ്റ് 10 രൂപ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർക്ക് ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ആയി. അതുമാത്രമല്ല, ഒരു 4 മാസം കഴിയുമ്പോൾ തന്നെ അവൻ പ്രതീക്ഷിച്ച റിസൾട്ട് ഇല്ല. മുടി പോയി, ഹെയർ ലൈനൊക്കെ എന്താ പറയുക, ഒരു അൺനാച്ചുറൽ ആയിട്ടായിരുന്നു ഉണ്ടായത്. അതിൽ വേറൊരുത്തിന് എന്താക്കി, ലാഡൻസിറ്റിയിൽ തന്നെ വേറൊരു സ്ഥലത്ത് പോയി ഹെയർ കറക്ഷൻ 2ാമത് ചെയ്ത് അവൻ ഓക്കെയാണ്. പക്ഷെ പുള്ളിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നാ പറയാനുള്ളൂ, ഒരിക്കലും റേറ്റ് കുറവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോരുത്. ക്ലിനിക്കിൻ്റെ റിസൾട്ട് നോക്കുക, അവിടുത്തെ ഡോക്ടർമാർ ഇതെങ്ങനെയാണ് നോക്കുക, ക്വാളിറ്റി നോക്കുക. ഇത് നോക്കിയിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഡോണർ ഏരിയ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മെഡിസിൻ കൊണ്ടതൊന്നും അത്ര എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം നല്ല ഹോസ്പിറ്റലിൽ നോക്കുക. ഡോണർ ഏരിയ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ പോയത് തന്നെയാണ്. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായി. എൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ അതിൽ ഹാപ്പിയാണ്. സ്പെഷ്യൽ താങ്ക്സ് ലാഡൻസിറ്റിയിലത്തെ ഡോക്ടർമാർക്കും അതേപോലെ അവിടുത്തെ സ്റ്റാഫിനും, പിന്നെ ലാഡൻസിറ്റിയിലേക്ക് എത്താൻ കാരണക്കാരനായ സത്യേട്ടൻക്കും ഒരു ബിഗ് താങ്ക്സ് പറയും. ഓക്കെ.